ആകാശവാണി തൃശൂർ. യുവവാണി. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം സുമേഷ് ശിവൻ അവതരിപ്പിക്കുന്ന കഥയാണ്. മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ ജയ്ഹോ മുഴക്കി. കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ നിയാസെത്തി നോക്കി. വർഷയാണ്. എന്താണ് അവളോട് പറയുക? കോൾ എടുക്കാതിരുന്നാൽ അവൾ വിചാരിക്കും മനഃപൂർവ്വമാണെന്ന്. എടുത്താൽ പറയാൻ തക്കവിധം ഒരു തീരുമാനവും എടുക്കുവാനുമായിട്ടില്ല. ഒന്നാം വട്ടം പൂർത്തിയാക്കി ഫോൺ വീണ്ടും ജയ്ഹോ മുഴക്കുവാൻ തുടങ്ങി. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായി. അവൻ ഫോൺ എടുത്തു. എന്താ വർഷം ഇത്ര രാവിലെ? നിയാസ് എന്താ ഒന്നും അറിയാത്ത മാതിരി സംസാരിക്കണേ? ഇനിയും വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് തന്നെ എനിക്കൊരു തീരുമാനം അറിയണം. അവസാനം നിലനിൽപ്പില്ലാതെ വന്നാൽ എനിക്ക് വീട്ടുകാരുടെ തീരുമാനങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അവൾ അവസാനം പെണ്ണുങ്ങളുടെ തനി സ്വരൂപം കാണിച്ചെന്ന് നീ പറയരുത്. രാവിലെ 9:45 വരെ കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ അടുത്ത് ഞാനുണ്ടാകും. ഫോൺ കട്ടായെന്ന് മനസ്സിലായപ്പോൾ നിയാസ് നെഞ്ചത്ത് കൈവച്ചു ദീർഘനിശ്വാസം വിട്ടു. ഭാരം പേറിയ മനസ്സുമായി സുബഹി നിസ്കാരത്തിന് അവൻ പള്ളിയിലേക്ക് നടന്നു. നീ ഇപ്പം രാവിലത്തെ ഓട്ടോ ഒക്കെ നിർത്തിയോ നിയാസെ? ചോദ്യം കേട്ടവൻ തിരിഞ്ഞു നോക്കി. ഹസനക്കയാണ്. ഇല്ലക, നിസ്കാരം കഴിഞ്ഞിട്ട് വേണം പോകാൻ. 4-ാം തീയതി എറണാകുളത്ത് മിലിറ്ററി റിക്രൂട്ട്മെന്റ് നടക്കണമെന്ന് പത്രത്തിൽ കണ്ടു. നീ അറിഞ്ഞോ? അറിഞ്ഞു, ഞാൻ പോണുണ്ട്. ഇതിപ്പോ എത്രാമത്തെ വട്ടാ നീ പോണേ? ഇപ്രാവശ്യത്തെ കൂട്ടിയ 4-ാമത്തെയാ. ഇത് എന്റെ അവസാനത്തെ ചാൻസേക്കാ. ഇതുകൂടി കഴിഞ്ഞ പ്രായപരിധി അവസാനിക്കും. ഇപ്രാവശ്യമെങ്കിലും കിട്ടുമെന്നാ ഞാൻ വിചാരിക്കണേ. നിയാസ് പറഞ്ഞു നിർത്തി. എവിടെ എന്റെ മോനെ? ഓരോ പഹയന്മാര് ഖുറാൻ പോലും നേരച്ചുവ വായിക്കാണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പൊ നമ്മുടെ പേര് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് സംശയ ഓൻ ഭീകരനാണോന്ന്. പെറ്റുവീണ മണ്ണിനെ ഒറ്റിക്കൊടുക്കണം. അവൻ ആരായാലും, അവൻ ഏത് മതക്കാരനായാലും അവനെ വെച്ച് പൊറപ്പിക്കരുത്. പക്ഷേങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാ. അസമയത്ത് വഴി കണ്ടാ സംശയം. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ പോലീസുകാർ വണ്ടിക്ക് കൈ കാണിച്ച് പേര് ചോദിച്ച നമ്മുടെ ആൾക്കാരുടെ പേരെങ്ങാനും പറഞ്ഞ അപ്പോ സംശയം. എന്തിനു പറയണ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. പള്ളി എത്താറായപ്പോൾ ഹസനക്ക സംഭാഷണം നിർത്തി. നിസ്കാരപ്പായിലിരിക്കുമ്പോൾ നിയാസിന് ഒന്നേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ. വർഷയോട് പറയാൻ ഒരു മറുപടി. ഉത്തരം അത് രണ്ടിലേതായാലും അത് പറയാനുള്ള ചങ്കർപ്പ് തരണേ എന്ന്. ക്ലോക്കിന്റെ സൂചിക്ക് ഇന്ന് വേഗത കൂടിയോ എന്ന് ഒരു സംശയം. ഇന്ന് 9 മണി ആകാതിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. അവന്റെ പരാക്രമം കണ്ടിട്ട് ഉമ്മ ചോദിച്ചു, നീ എന്താ നിയാസെ പേപ്പട്ടി കടിച്ചമാരി നടക്കണേ? ഒരു തലയ്ക്കുന്ന ചോദ്യം തുടങ്ങിയാൽ പിന്നെ ഉമ്മ നിർത്തില്ല എന്ന് അറിയുന്നത് കൊണ്ട് വഴിയിൽ എവിടെയും നിന്നു പോകരുത് എന്ന് പ്രാർത്ഥിച്ച് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥന ഫലിച്ചില്ല. 3/4 ഭാഗം വഴി പിന്നിടുമ്പോഴേക്കും ബൈക്ക് ചിണുങ്ങാൻ തുടങ്ങി. ഒക്കെ നശിച്ചു. അവൻ പെറുപെറുത്തു. വഴിയുടെ അരികിൽ ബൈക്ക് നിർത്തി. പരിചയക്കാരെങ്കിലും കണ്ടാൽ കുറച്ച് പെട്രോൾ വാങ്ങാമെന്ന് കരുതി. അറിയാത്തവരോട് ചോദിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. സമയം 9:30 വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ കഴിവില്ലാത്തവനാണോടാ പെണ്ണ് കെട്ടാൻ പോണത്? ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. 19-ാമത്തെ അടവെടുത്തു. പെട്രോൾ ടാങ്കിന്റെ അടപ്പഴിച്ചു. കിട്ടാവുന്ന ശ്വാസം മുഴുവൻ എടുത്ത് ഊതി വേഗത്തിൽ അടച്ചു. അവസാന ശ്വാസം എടുത്ത് ബൈക്ക് കുതിച്ചു. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന വർഷയ്ക്കരികിലേക്ക് അവൻ നടന്നു. സമയത്തിന് കുറച്ച് വിലയൊക്കെ കൊടുക്കുന്ന നിയാസെ. ഇങ്ങനത്തെ കാര്യങ്ങളിലെങ്കിലും ഉത്തരവാദിത്വമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ കണ്ടേക്കണേ? വർഷേ, നീ ചൂടാകല്ലേ, നമുക്കങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം. ഒരു വിധത്തിൽ അവളെ അവിടുന്ന് മാറ്റി നിർത്തി. തങ്ങളെ ശ്രദ്ധിച്ച് കടന്നു പോകുന്ന വിദ്യാർത്ഥികളിൽ ചിലരുടെ നോട്ടം കണ്ടപ്പോൾ നിയാസ് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇത്രയ്ക്ക് വേണ്ട, ഞാനും കുറച്ചു കാലം ഇവിടെ തന്നെയാണ് കയ്യിൽ കുത്തിയത്. അല്പനേരത്തെ ഇടവേളയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് വർഷ പറഞ്ഞു, അവരുടെ വഴിക്ക് വിടെ നിയാസെ. അടുത്ത ആഴ്ച വരെ സമയമുള്ളൂ. അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് നടത്തും. പിന്നെ ഒരു വഴി ഉണ്ടാവില്ല. പക്ഷേ നിനക്കറിയാലോ എന്റെ അവസ്ഥ. സ്ഥിര വരുമാനമുള്ളൊരു ജോലി, ഒരു ശരാശരി മലയാളിയുടെ സ്വപ്നം അത്. എനിക്കും അത്രേ ഉള്ളൂ. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ വീട്ടിൽ അതിനുള്ള വകയില്ല. അടുത്ത ആഴ്ച റിക്രൂട്ട്മെന്റ് ഉണ്ട്. എന്റെ വലിയൊരു ആഗ്രഹം ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ഇടണം എന്നുള്ളത്. അതെങ്കിലും നടന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഈ അവസ്ഥയിൽ നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കമ്പ്യൂട്ടർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് എത്ര കിട്ടുമെന്നുള്ള കാര്യം നിനക്കറിയാലോ. വാപ്പയ്ക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ കഴിയണത്. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. അവന്റെ വായിൽ നിന്ന് അശ്രദ്ധമായി വീണ വാക്കുകൾ അവളെ ചൊടിപ്പിച്ചു. തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. അന്ന് നീ തന്നെയല്ലേ പുറകെ നടന്നത്. കെട്ടിക്കൊണ്ടുപോയി മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പ്രേമിക്കാൻ നിൽക്കരുത്. നീ എന്നെ കെട്ടിയില്ലെന്ന് വെച്ച് ഞാൻ കെട്ടിത്തൂങ്ങി ചാകാനൊന്നും പോണില്ല. വർഷ നിയാസിന്റെ ശബ്ദത്തിൽ നിസ്സഹായത നിഴലിച്ചിരുന്നു. നീ ഇങ്ങനെ ക്രൂരമായി പെരുമാറരുത്, അവൻ അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ. സഹിക്കാൻ പറ്റുമെങ്കിൽ കൂടെ കൂട്ടിയാൽ മതി. അവളുടെ മുഖത്ത് ദേഷ്യമകന്നു. നിന്നെ വേണ്ടാഞ്ഞിട്ട് പറഞ്ഞതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. വേദനിച്ചെങ്കിൽ നീ ക്ഷമിക്കേ. അവളുടെ ശബ്ദമിടറി. ഷോളിന്റെ തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി നിശബ്ദയായി അവൾ നടന്നകന്നു. പാവം, അവൻ മനസ്സിൽ പറഞ്ഞു. കാശുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നല്ല.
ഇഷ്ടം തോന്നി, പ്രണയിച്ചു പോയി. അവളുടെ ജീവിത സാഹചര്യങ്ങളോട് ഒപ്പമല്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത രൂപത്തിൽ വേണ്ടേ കൂടെ കൂട്ടാൻ. റോഡ് മുറിച്ചു കടന്ന് ബൈക്കിന്റെ അടുത്തെത്തി. ഇനി ഈ കുന്തം എന്താ ചെയ്യുക? തലയിൽ കൈവച്ചവൻ നിന്നു. മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ആരായാലും എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. വീണ്ടും ഫോൺ ജയ്ഹോ മുഴക്കുവാൻ തുടങ്ങി. ഡിസ്പ്ലേയിൽ പ്രിയ സുഹൃത്ത് വിനീതിന്റെ പേര് കണ്ടപ്പോൾ അവൻ ഫോൺ എടുത്തു. നീ എവിടെയാ നിയാസെ? വിനീതിന്റെ ചോദ്യം. ഞാൻ കോളേജിന്റെ മുമ്പിലുണ്ട്. ആഹാ, നിനക്കെന്നാ അവിടുത്തെ വാച്ച്മാന്റെ ജോലി കിട്ടിയേ? നീയെ കളിയാക്കടാ, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നിയാസെ. എന്താ ഈ കാര്യങ്ങൾ? ആശ്വസിപ്പിക്കാനായി വിനീത് പറഞ്ഞു. എടാ, എനിക്കിപ്പോൾ ഒരു 50,000 രൂപ വേണം. അതിനുവേണ്ടി എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ പറ്റുമോ? വിനീതിന്റെ ചോദ്യം. ആ, വേണ്ടി വന്ന അതും ചെയ്യും, ദൃഢസ്വരത്തിൽ നിയാസിന്റെ മറുപടി. അന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അച്ഛനെ അങ്ങ് കൊല്ല്. അപ്പോൾ പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും തീരും. നിനക്ക് പ്രേമം മൂത്ത് വട്ടായതാടാ, ഒന്ന് നിർത്തിയിട്ട് പോടെ ഇറക്കുക. വിനീത് ഫോൺ കട്ട് ചെയ്തു. തോളത്ത് ആരോ തട്ടിയപ്പോൾ നിയാസ് തിരിഞ്ഞു നോക്കി. അൻവർഷ. എന്തിനാ നിയാസെ? 50,000 രൂപ അയാൾ ചോദിച്ചു. നിയാസ് മറുപടി പറയാൻ വൈകിയപ്പോൾ അയാൾ കാറിനടുത്തേക്ക് നടന്നു. കാറെടുത്ത് അവന്റെ അടുത്തെത്തി കയറാൻ പറഞ്ഞു. ബൈക്ക് അവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം. അൻവർഷയുടെ ശബ്ദത്തിന് ഒരു തരം കീഴ്പ്പെടുത്തലിന്റെ ധ്വനിയുണ്ടായിരുന്നു. കീ കൊടുത്ത പാവയെപ്പോലെ എല്ലാം അവൻ കേട്ടിരുന്നു. ഇയാളെ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ പെരുമാറ്റം അത് പറയാതിരിക്കാൻ വയ്യ. അതിമനോഹരമാണ്. വല്ലപ്പോഴേക്കേ നാട്ടിൽ വരൂ. മുംബൈയിലെ എന്തോ ബിസിനസ്സാണെന്ന് കേൾക്കണത്. എന്താ നിയാസെ നീ ഒന്നും മിണ്ടാതിരിക്കണത്? ഡ്രൈവിംഗിനിടെ അൻവർഷ ചോദിച്ചു. ഒന്നുമില്ലക്ക. നിയാസിന്റെ മറുപടിയിൽ തൃപ്തനാകാത്ത പോലെ അൻവർഷ കാർ റോഡിനരികിൽ നിർത്തി. പറയടാ, എന്താ നിന്റെ പ്രശ്നം? നീ വല്ലാണ്ടിരിക്കണല്ലോ. ഫോണിൽ 50,000 രൂപ ചോദിക്കുന്നത് കേട്ടു. എന്താ എത്ര വലിയ അത്യാവശ്യം? നിയാസ് അപ്പോഴും മൗനം തുടർന്നു. ഒടുവിൽ അവന് തന്റെ അവസ്ഥ പറയേണ്ടി വന്നു. ഇത്രയുള്ളോ എന്ന മട്ടിൽ അൻവർഷ ചിരിച്ചു. നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? അൻവറിന്റെ അടുത്ത ചോദ്യം. ഉണ്ട് എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്യൂ. കൊച്ചിയിൽ ഒരു കാറുണ്ട്, അത് അത്യാവശ്യമായിട്ട് കണ്ണൂർ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ എത്തിക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ പോകാനുള്ളത് കൊണ്ടാ. കുറച്ച് പൈസ അയാൾ തരും, അത് വാങ്ങി നീ ഇങ്ങോട്ട് പോന്നോ. ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? മുൻപേ അയാളോട് എന്തോ വിധേയത്വമുള്ള പോലെ ഇല്ല എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. നിയാസിനെ കൊച്ചിയിലെത്തിച്ച് കാറിന്റെ കീ കൊടുത്ത് അൻവർഷ പറഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പ് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകുന്നതാ. ഇവിടെ എത്തിയപ്പം കാറിന് ചെറിയൊരു പ്രശ്നം, അതൊന്നും നോക്കാനായി ഇവിടെ ഇട്ടതാ. ശ്രദ്ധിച്ചു പോണേ. നിയാസിന്റെ ചുമലിൽ സ്നേഹഭാവത്തിൽ തട്ടി അൻവർഷ യാത്ര പറഞ്ഞു. സ്കോഡയുടെ പുതിയ മോഡൽ ആദ്യമായി ഓടിക്കാൻ കിട്ടിയ ആവേശമായിരുന്നു അവന്. വാഹനങ്ങളോട് പണ്ട് തൊട്ടേ പ്രണയമുള്ളതിനാൽ കണ്ണൂർ വരെയുള്ള ഡ്രൈവിംഗ് അവൻ ശരിക്കും ആസ്വദിച്ചു. അൻവർഷ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ബന്ധു എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ വന്ന് പൈസ അടങ്ങിയ ഒരു കവർ അവനെ ഏൽപ്പിച്ചു. കാർ കൊണ്ടുപോയി. ബസ്സിൽ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക്. ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോയി. വർഷയുടെ ഫോൺ കോളാണ് ഉണർത്തിയത്. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാകാമെന്ന് അവൻ പറഞ്ഞു. അൻവർഷയെ വിളിച്ച് വിവരം പറഞ്ഞു. നാളെ നാട്ടിലെത്തുമെന്നും അത്യാവശ്യത്തിനുള്ള പൈസ അതിൽ നിന്നും എടുത്തോളാനും അയാൾ പറഞ്ഞു. വെളുപ്പിന് 3 മണിയോടെ വീട്ടിലെത്തി. ആദ്യത്തെ ബെല്ലിൽ തന്നെ ഉമ്മയുണർന്നു. വാതിൽ തുറന്നു. ഇനി ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കണം, ബാക്കിയൊക്കെ നാളെ പ്ലാൻ ചെയ്യാമെന്ന് കരുതി. രാവിലെ ടിവിയുടെ കോലാഹലങ്ങൾ കേട്ടാണ് ഉണർന്നത്. റിട്ടയർ ആയതിനു ശേഷം വാപ്പയുടെ പ്രധാന ഹോബി ഇതാണ്. ന്യൂസ് ചാനലുകളോടാണ് പ്രിയം. ന്യൂസ് റീഡർ കത്തിക്കയറുകയാണ്. കേട്ടപ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നി. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ടിവിയുടെ മുൻപിലേക്ക് അവൻ നടന്നു. വാപ്പ കാതുകൂർപ്പിച്ചിരിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും കണ്ണൂരിലേക്ക് ആയുധങ്ങൾ കടത്തിയ കാർ പോലീസ് പിടിച്ചെടുത്തു എന്ന വാർത്തയും തത്സമയ ദൃശ്യങ്ങളും കണ്ണുകൾ തിരുമ്മി അവൻ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി. അതെ, കാറ് അത് തന്നെ. താനെന്നല്ല ഡ്രൈവ് ചെയ്ത കാർ. അരയ്ക്ക് കീഴ്പോട്ട് തളരുന്ന പോലെ തോന്നി നിയാസിന്. കാറിന്റെ കൂടെ പിടിക്കപ്പെട്ട ആളുടെ ദൃശ്യം കൂടി കണ്ടപ്പോൾ ശരീരം മുഴുവനും തളരുന്നത് പോലെ. TV സ്ക്രീനിന് ചൂടെ തന്റെ പേരും അൻവർഷയുടെ പേരും ഫ്ലാഷ് ന്യൂസായി വരുന്നു. വീട്ടുപേരില്ലാത്തതിനാൽ വാപ്പയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നി. ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. വർഷയാണ്. ഇനി അവളോട് എന്തു പറയാൻ? ഫോൺ കട്ട് ചെയ്തു. നിശബ്ദ വിലാപങ്ങളിൽ അവന്റെ മനസ്സ് പറഞ്ഞു, ഇനി വർഷയ്ക്ക് പകരം വിലങ്ങായിരിക്കും. ബോധം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ സെറ്റിയിൽ ചാരിയിരുന്നു. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതുവരെ പോലീസ് കടന്നു വരാത്ത അഹമ്മദ് കുട്ടിയുടെ വീട്ടുമുറ്റത്ത് ഉന്നത ഉദ്യോഗസ്ഥരും സായുധരുമായ പോലീസും പാഞ്ഞെത്തി. ആർക്കും ഒന്നും മനസ്സിലാകുന്നതിന് മുമ്പേ പോലീസ് നിയാസിനെ ജീപ്പിൽ കയറ്റി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഉമ്മയും വാപ്പയും പകച്ചു നിന്നു. ഖദീജുമ നെഞ്ചിടറിയ സ്വരത്തിൽ പോലീസ് ഓഫീസറോട് ചോദിച്ചു, എന്റെ കുട്ടി എന്ത് തെറ്റാ ചെയ്തേ? അപ്പോ വാർത്തയൊന്നും വായിച്ചില്ലേ? ആ TV ഒന്ന് ഓൺ ചെയ്തു നോക്ക്, എല്ലാം വിശദമായി കാണാം, ഓഫീസർ പറഞ്ഞു. ഇപ്പോ ശരിക്കും പിടഞ്ഞത് അഹമ്മദ് കുട്ടിയാണ്. എന്റെ റബ്ബേ, എന്റെ മോൻ രാജ്യദ്രോഹിയോ? അഹമ്മദ് കുട്ടി നിയാസിന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി. ഈ കേട്ടത് സത്യാനോടാ? അയാൾ അലറി. തല കുലുക്കുകയല്ലാതെ അവന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അറിഞ്ഞോണ്ടായിരുന്നില്ല, ചതിയായിരുന്നു വാപ്പ എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ മകനെ ഒന്ന് ശപിക്കാൻ പോലുമാകാതെ നെഞ്ചത്ത് കൈവച്ച് അയാൾ മുറ്റത്തിരുന്നു പോയി. ഖദീജമ്മയുടെ നിലവിളികൾ പോലീസ് വാഹനങ്ങളുടെ ഇരുമ്പലിൽ മുങ്ങിപ്പോയി. ചുറ്റുപാടുമുള്ളവർ ഒരു ഭീകരന്റെ ഉമ്മയെയും വാപ്പയും ആദ്യമായി കാണുന്നത് പോലെ അവരെ തുറച്ചു നോക്കി. ഇന്നലെ വരെ മിത്രങ്ങളായിരുന്നവർ പെട്ടെന്ന് അപരിചിതരായി. കണ്ണൂർ ആയുധക്കടത്ത് മാധ്യമങ്ങൾ നെഞ്ചിലേറ്റി.
പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഉണ്ടായ സത്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞെങ്കിലും ഒന്നും വിലപ്പോയില്ല. ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചാലും അവന്റെ മുഴുവൻ നാട്ടുകാർ പോലും അറിയപ്പെടാതെ പോകുമായിരുന്ന നിയാസ് നിമിഷങ്ങൾക്കകം കുപ്രസിദ്ധനായി. വർഷയുടെ കോളേജിന്റെ മതിലുകൾക്ക് ഇത് ഉത്സവകാലമായിരുന്നു. പല നിറത്തിലുള്ള പോസ്റ്ററുകൾ മതിലുകളിൽ നിറഞ്ഞു നിന്നു. പ്രണയം നടിച്ച് പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ച ലവ് ജിഹാദ് ഭീകരനെതിരെയായിരുന്നു ആക്രോശങ്ങൾ അത്രയും. ലവ് ജിഹാദിന്റെ വക്താവായി അവർ അവന് മുദ്ര ചാർത്തി. അടുത്ത ഒരു വാണിജ്യ പ്രാധാന്യമുള്ള വാർത്ത സംഭവിക്കുന്ന കാലം വരെ പിടിച്ചു നിൽക്കുവാനായി മാധ്യമങ്ങൾ അവന്റെ പ്രണയത്തെയും കീറിമുറിക്കുകയും തുന്നലുകൾ ഇടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവന് അന്തർദേശീയ ബന്ധമുണ്ടോ എന്നറിയാൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ക്രൂരമായ മാനസിക പീഡനങ്ങളെക്കാളും കൂടുതൽ അവനെ തളർത്തിയത് തന്റെ പ്രണയം ലവ് ജിഹാദായിരുന്നു എന്ന വർഷയുടെ വെളിപ്പെടുത്തലുകളായിരുന്നു. അവൾ സ്വന്തമായി പറഞ്ഞതോ അതോ ആരെങ്കിലും അവളെ കൊണ്ട് പറയിച്ചതോ? തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ അടുത്ത നിമിഷം പോലും തള്ളി നീക്കാൻ അവൻ പ്രയാസപ്പെട്ടു. അവന്റെ കണ്ണുകൾ നീർത്തടങ്ങളായി. ജൽപ്പനങ്ങൾ പോലെ അവൻ പറഞ്ഞു ജിഹാദായിരുന്നുവെന്ന്. അവന്റെ കണ്ണിലെ കണ്ണീർ പറ്റി നീരറുകളുടെ സാന്നിധ്യമില്ലാത്ത മരുഭൂമിയായി മാറി. മുഖത്തെ ദൈന്യത മാറി. ചിരി പടർന്നു. പരിഹാസ ചായയുള്ള ചിരി. ഇന്ന് അവന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. പതിവിലധികം തിരക്കായിരുന്നു കോടതിയുടെ പരിസരങ്ങളിൽ. ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാൻ വേണ്ടിയുള്ള തള്ളലുകൾ പോലെ തോന്നി ജനങ്ങളുടെ പരാക്രമങ്ങൾ. മാധ്യമപ്രവർത്തകർക്കും കാണികൾക്കും ഇടയിലൂടെ ഒരു വിധത്തിലാണ് പോലീസ് അവനെ കോടതിയിൽ എത്തിച്ചത്. ഇതിനകം അൻവർഷ വിദേശത്തേക്ക് കടക്കുകയും അയാളുടെ അന്തർദേശീയ ബന്ധങ്ങളെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിയാസിന്റെ ജാമ്യാപേക്ഷ തള്ളി. കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചാനൽ കണ്ണുകൾ ഒരു ചാരനെപ്പോലെ അവനെ പിന്തുടർന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വരുന്നു. ജിഹാദിന് വേണ്ടിയായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ കൂടുതലൊന്നും പറയാനാവില്ല എന്ന ഉദ്യോഗസ്ഥന്റെ മറുപടിയിൽ തൃപ്തി വരാത്ത മാധ്യമപ്പട അഹമ്മദ് കുട്ടിയുടെ നേരെയെടുത്തു. മകൻ നടത്തിയ ജിഹാദിനെക്കുറിച്ച് പിതാവെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സകലത് നഷ്ടപ്പെട്ട ആ പിതാവ് ഈറനണിഞ്ഞ മുഖത്ത് ചിരിവരുത്തിക്കൊണ്ട് പറഞ്ഞു, ജിഹാദ്, ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഒരുവൻ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ മറ്റൊരുവന് നന്മയായി തീരുന്ന എന്ത് കാര്യം ചെയ്താലും അതെല്ലാം ജിഹാദാണ്, സേവനമാണ്. ഇത്രയും പഠിപ്പും വിവരമൊക്കെയുള്ള നിങ്ങൾ ഏതോ ഭ്രാന്തന്മാർ നൂറുകണക്കിന് ആളുകളെ കൊന്നെടുക്കുന്നതിനെ വിശേഷിപ്പിക്കാൻ പരിശുദ്ധമായ ഈ വാക്കിനെ കടമെടുക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോൻ ശിക്ഷിക്കപ്പെട്ടതിനേക്കാൾ എനിക്കിപ്പോൾ വേദനിക്കുന്നത് ഒരു സംസ്കാരത്തിന് നേരെയുള്ള മുഖം തിരിക്കലുകളാണ്. കൈകളിൽ വിലങ്ങുമായ നിയാസ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി. അല്പം അകലെയായി മാധ്യമപ്രവർത്തകർക്കിടയിൽ നിൽക്കുന്ന വാപ്പയ്ക്ക് നേരെ നോക്കി. പ്രതീക്ഷ പറ്റിയ കണ്ണുകൾ തമ്മിലുടക്കി. പോലീസ് വാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്റെ കണ്ണുകളുടെ കാഴ്ച മങ്ങുന്നതായി അഹമ്മദ് കുട്ടിക്ക് തോന്നി. ബോധരഹിതനായി കോടതി മുറ്റത്ത് അയാൾ വീണു. വീണുകിടക്കുന്ന അഹമ്മദ് കുട്ടിയുടെ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവ് ന്യൂസായി മാധ്യമങ്ങൾ ഏറ്റെടുത്തു. സുമേഷ് ശിവൻ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.